നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കൗൺസിൽ ചെർക്കളയിൽ നടന്നു. എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം ഉദ്ഘാടനം 15-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആചരിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. SKSSF ജില്ലാ സർഗലയം പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വാക്കിനെ ലോകത്തോളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപകനാണ് EP രാജഗോപാലനെന്ന് സുനിൽ P ഇളയിടം. കാഞ്ഞങ്ങാട് നടന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ KCEU സംസ്ഥാന കൗൺസിൽ സംഘടിപ്പിച്ചു. ചെർക്കള IMAX ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ KCEU സംസ്ഥാന കൗൺസിൽ ചെർക്കള IMAX ഓഡിറ്റോറിയത്തിലെ P രാഘവൻ നഗറിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് കമ്പനികളും അതിസമ്പന്നരായ മുതലാളിമാരും ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ വലിയ ഭാഗം കൈയടക്കുക. ഇതാണ് സാമ്പത്തിക ഉദാരവൽക്കരണ നയത്തിലൂടെ ലോകത്താകെ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനങ്ങളുടെ ആകെ ജീവിതം മെച്ചപ്പെടുക എന്നത് ഈ നയത്തിൻ്റെ ലക്ഷ്യമേ അല്ല. ആധുനിക സാങ്കേതിക വിദ്യകളും എല്ലാ ശാസ്ത്രവിദ്യകളും ഉപയോഗിച്ച് സമ്പത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അത് കൈയടക്കുക. ജനങ്ങളുടെ ജീവിതം എന്താണ് എന്നത് ഭരണകർത്താക്കൾക്കോ ഈ സംരംഭകർക്കോ ഒരു പ്രശ്നമേയില്ല. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ്. അർഹതയുള്ളത് അതിജീവിക്കുക. എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാർപ്പിടം എന്ന ഒരു കാഴ്ചപ്പാട് മുതലാളിത്ത വ്യവസ്ഥയ്ക്കേയില്ല. അർഹതയുള്ളത് അതിജീവിച്ചാൽ മതി, അല്ലാത്തത് ചത്തുപോകുന്നത് സ്വാഭാവികമായ പ്രകൃതി നീതിയാണെന്നാണ് അവരുടെ ശാസ്ത്രം. KCEU സംസ്ഥാന പ്രസിഡന്റ് PM വഹീദ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. TMA കരീം, KV വിശ്വനാഥൻ, P ജാനകി, B മോഹനൻ, KV രമേശൻ, TK രാജൻ, സാബു അബ്രഹാം, മണിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. CH കുഞ്ഞമ്പു MLA സ്വാഗതവും KV വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. 41,969 അംഗങ്ങളുള്ള യൂണിയനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികൾ കൗൺസിലിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം കാസർഗോഡ് ഡിസംബർ 15-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള ട്രെയിനിംഗ് സെന്റർ മന്ദിരം കാസർഗോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജില്ലയിലെ MLA-മാരായ AKM അഷ്റഫ്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജയൻ, ജോയിന്റ് സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ, മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും. റീഡിംഗ് തിയേറ്റർ, വായനാ വസന്തം, അക്ഷരസേന, ശാസ്ത്ര കോണർ തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ നടക്കുമ്പോൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും കൃത്യമായ പരിശീലനത്തിലൂടെ ഇവയെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഒരു കേന്ദ്രമായി ഈ മന്ദിരത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 15-ന് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി അരുൺകുമാർ ബേക്കലിന്റെ സാക്സോഫോൺ കച്ചേരിയും മധു പേടകം അവതരിപ്പിക്കുന്ന മരണമൊഴി എന്ന ഏകപാത്ര നാടകവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 40 കുട്ടികൾക്കാണ് ഒരു കോഴ്സിലേക്ക് പ്രവേശനം നൽകുക. അവർക്ക് താമസ സൗകര്യം, ഹോസ്റ്റൽ സൗകര്യവും ലൈബ്രറി സൗകര്യവും മറ്റെല്ലാ ആധുനിക സജ്ജീകരണങ്ങളും, കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങളോടുകൂടിയാണ് മനോഹരമായൊരു കെട്ടിടം ഇപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനമാണ് 15-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഞങ്ങളുടെ ലൈബ്രറി കൗൺസിലിൻ്റെ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള പ്രൊഫസർ ആർ ബിന്ദു ടീച്ചറാണ്. എല്ലാ
നിലവാരത്തിലുമുള്ള ജനപ്രതിനിധികൾ, കാസർഗോഡിൻ്റെ MLA എന്നെ നെല്ലിക്കുന്ന, MP രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി നഗരസഭയുടെ മധൂർ പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ ജനപ്രതിനിധികളെല്ലാവരെയും, ഈ ജില്ലയിലെ എല്ലാ MLAമാരും ഉൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഉദ്ഘാടന പരിപാടിയാണ് 15-ാം തീയതി രാവിലെ 9:30 ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ PVK പനയാൽ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ, കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ, പ്രസിഡന്റ് E ജനാർദ്ദനൻ, ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് P വേണുഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആചരിച്ചു. GHSS കാസർഗോഡ് വെച്ച് നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ എനർജി ക്ലബ് ശാസ്ത്രരംഗവുമായി ചേർന്ന് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ത്യ ഗവൺമെന്റ് ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് ഈ ദിനം രാജ്യത്താകമാനം സംഘടിപ്പിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക, ഊർജ്ജ കാര്യക്ഷമതയിലും സംരക്ഷണത്തിലും രാജ്യം കൈവരിച്ച നേട്ടങ്ങളുടെ അവതരണം, എല്ലാ മേഖലയിലും ഊർജ്ജ കാര്യക്ഷമത ഉറപ്പുവരുത്തുക, പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ ദിനാചരണത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. GHSS കാസർഗോഡ് നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ഓരോ സംവിധാനമാണ് നമുക്ക് പുഴകളും നദികളും അതുപോലെ കുന്നുകളും എന്ന് പറയുന്നത്. ഈ സംവിധാനത്തെ ജനങ്ങൾ, നമ്മുടെ മനുഷ്യർ അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് പ്രകൃതി നമ്മളോട് പകരം വീട്ടാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് കൂടി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കാസർഗോഡ് മുനിസിപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ സീനിയർ അധ്യാപിക B ഉഷാകുമാരി, SMC ചെയർമാൻ ആൻസി K മാത്യു, പ്രദീപ് കുമാർ U, അനിത എന്നിവർ സംബന്ധിച്ചു. KCB കാസർഗോഡ് നെല്ലിക്കുന്ന് സെക്ഷൻ സബ് എഞ്ചിനീയർ ഷൈജു PS പരിപാടിയിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവർക്കായി ഊർജ്ജ സംരക്ഷണ അവബോധ ക്ലാസ്, പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു. ശാസ്ത്രരംഗം ജില്ലാ കോർഡിനേറ്റർ മധുസൂദനൻ A സ്വാഗതവും ഉപജില്ലാ കോർഡിനേറ്റർ മദനൻ CK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SKSSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സർഗലയത്തിന് നെല്ലിക്കട്ടയിൽ തുടക്കമായി. SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് ഉദ്ഘാടനം ചെയ്തു. SKSSFന്റെ ആഭിമുഖ്യത്തിൽ 2 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന സർഗലയ കലാമത്സരങ്ങളുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സർഗലയത്തിന് നെല്ലിക്കട്ട ഇമാം ഗസാലി നഗറിൽ തുടക്കമായി. പരിപാടിക്ക് തുടക്കം കുറിച്ച് സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോൾ പ്രാർത്ഥന നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ Y അബ്ദുള്ളക്കുഞ്ഞിയുടെ നേതൃത്വത്തിൽ 15 പ്രമുഖർ പതാക ഉയർത്തി. SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരുടെ നൈസർഗികമായ വാസനകളെ പരിപോഷിപ്പിക്കാൻ, അത് രാഷ്ട്രത്തിന്റെ പുരോഗമനത്തിൽ വളരെയേറെ ഉപകാരപ്രദമാകുന്ന വിനിയോഗിക്കാൻ പ്രാപ്തമാകുന്ന വിധം സജ്ജീകരിക്കുകയാണ്. എന്നാൽ കേരളക്കരയിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ചടുലമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഈ സംഘത്തിന് കീഴിൽ 18 ഉപവിങ്ങുകളായിട്ട് പ്രവർത്തിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് സുബൈർ ദാരിമി പടന്ന അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബദിര, MLAമാരായ AKM അഷ്റഫ്, E ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന് എന്നിവർ മുഖ്യാതിഥികളായി. താജുദ്ദീൻ ധാരമി പടന്ന മുഖ്യപ്രഭാഷണം നടത്തി. EP ഹംസത്തു സഹദി, ബീർക്ക അബ്ദുള്ളക്കുഞ്ഞി ഹാജി, അഡ്വക്കേറ്റ് PK ഫൈസൽ, ഷാനവാസ് പാദൂർ, മാഹിൻ കേളോട്ട്, സുഹൈർ അസ്ഹരി പള്ളങ്കോട്, ഫാറൂഖ് ദാരിമി കൊല്ലമ്പാടി, സയ്യിദ് അസദി തുടങ്ങിയവർ സംബന്ധിച്ചു. രാത്രി 9 നടന്ന മജ്ലിസുന്നൂർ സദസ്സിന് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 13 ജാഥ സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ സെക്രട്ടറി ശോഭാ ബാലൻ ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ അടച്ചുപൂട്ടിയ ചെറുകിട സ്ഥാപനം എന്ന് പറയുന്നത് ഏകദേശം 30,000-ഓളം വരും. 30,000-ഓളം ചെറുകിട കച്ചവടക്കാർ അടച്ചുപൂട്ടേണ്ടി വന്നു. ആഗോള കുത്തക വിപണന്മാരുടെ ഓൺലൈൻ വ്യാപാരം അത് കോടിക്കണക്കിനായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആരെയാണോ നമ്മൾ ആട്ടി ഓടിച്ചത്, ആ ആട്ടി ഓടിച്ചവരെ പരവതാനി വിരിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെയുള്ള ഭരണാധികാരികളെ കെടുങ്കാര്യസ്ഥത സമൂഹത്തിന് വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജാഥയുമായി ഞങ്ങൾ പുറപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് പി.കെ. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഗംഗാധരൻ, വിനോദ്, റിയാസ് ചൌക്കി, വിജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രകാശൻ ബി സ്വാഗതവും മോഹൻ നായിക് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ പുതിയ സംഘാടക സമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പി.വി. കുഞ്ഞമ്പു ചെയർമാനായും പ്രകാശൻ ബി വർക്കിംഗ് ചെയർമാനായും റിയാസ് ചൌക്കി കൺവീനറും വിജയചന്ദ്രൻ, മനോജ് പേടകം എന്നിവർ വൈസ് ചെയർമാൻമാരായും രഘുനാഥ്, ഗോപി കുമ്പള എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി കുമാരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ആദ്യകാല നേതാവും മികച്ച സംഘാടകനുമായിരുന്ന പി കുമാരന്റെ 31ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാനഗർ പി കുമാരൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ കാലഘട്ടമെല്ലാം അക്രമാസക്തമായിട്ടുള്ള സമരമാണ്. ഞാനത് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സംഘടനയുടെ പ്രവർത്തകനായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് അത് നടന്നത്. അത് കുമാരേട്ടൻ എന്തിനും മടിക്കില്ല എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതിനെയും നേരിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന ഒരു മാനസികമായിട്ടുള്ള ധൈര്യമുള്ളൊരു സഹം. നന്നായി ചിരിക്കും, ഏതോരോളം വർത്തമാനം പറയാൻ നിൽക്കും. നമ്മുടെ സംഘടനാ രംഗത്തുള്ള വിഷയങ്ങളിൽ അണുകിട വ്യതിചലിക്കാതെ ആ സംഘടനയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലും വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു സഖാവ് കുമാരേട്ടൻ. ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രവീന്ദ്രൻ മാണിയാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പരിപാടിയിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി സി.കെ. ബിജുരാജ് സ്വാഗതവും സെക്രട്ടറി ആമിനയെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് യൂണിയൻ RCTയുടെ നേതൃത്വത്തിൽ വേറിട്ട ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സൗജന്യ പരിശീലനം പുഞ്ചക്കാട്ട് പുരോഗമിക്കുന്നു. പുതിയ സംരംഭകർക്ക് ഫുഡ് ക്രാഫ്റ്റ് മേഖലയിലേക്ക് കടന്നുവരുവാനുള്ള സാഹചര്യമൊരുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. 18നും 45 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് പാചകത്തിലും ഫാസ്റ്റ് ഫുഡ് വിഭാഗത്തിലുമായി 50 ദിനങ്ങളിലാണ് പരിശീലനം നടത്തിവരുന്നത്. 10 ദിവസത്തെ ക്ലാസുകൾ, വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് പരിശീലനം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയാണ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി സൗജന്യമായി നൽകി വരുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ നീളുന്നതാണ് പരിശീലനം. യൂണിഫോം, പഠന ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്നിവയും പരിശീലനത്തിനവർക്ക് ഉച്ചയൂൺ ഉൾപ്പെടെയും സൗജന്യമാണ്. എഴുത്തു പരീക്ഷയുൾപ്പെടെ പൂർത്തിയാക്കിയവർക്ക് അഭിമുഖം നടത്തിയ ശേഷമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നൽകും. ഇതോടൊപ്പം സംരംഭം തുടങ്ങുമ്പോൾ വേണ്ട പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും വായ്പാ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള പരിശീലനവും യൂണിയൻ RCT നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. പുതുതലമുറയിലുള്ളവരുടെ ഇനങ്ങൾക്കൊപ്പം ഗോബി മഞ്ചൂരി, ന്യൂഡിൽസ്, സ്നാക്സ് ഇനങ്ങളിൽ സമൂസ, പപ്സ്, കട്ട്ലറ്റ്, മുളക് ബജി, കിഴങ്ങ് ബജി തുടങ്ങിയവയിലുമാണ് യൂണിയൻ RCT പരിശീലനം നടത്തിവരുന്നത്. കെയ്റോസ് കാഞ്ഞങ്ങാട് മേഖലാ ഫെഡറേഷനാണ് പുഞ്ചക്കാട്ട് നടന്നുവരുന്ന പരിശീലനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് നടത്തുന്ന 10 ദിവസത്തെ പരിശീലനത്തിൽ വിവിധ വിഷയങ്ങളിൽ ഡയറക്ടർ VP ഗോപി, പരിശീലകരായ C ലിൻഡ ലൂയിസ്, M ഷബാന എന്നിവരാണ് ക്ലാസ് എടുക്കുന്നത്.
14 ജില്ലകളിലും RCTSകളുണ്ട്. നമുക്കിവിടെ നടക്കുന്നത് കാസർഗോഡ് വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി എന്ന് പറയുന്നൊരു കോഴ്സാണ്. ഇത് 10 ദിവസത്തെ കോഴ്സാണ്. ഇത് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് NCVTൻ്റെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിവിധ തരം ഫുഡ് ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. 50ഓളം തരത്തിലുള്ള പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സുകളാണ് നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നത്. KV പ്രജീഷ്, MK രജിഷ, K നിഷ, മരിയ ഗൊരേത്തി, ബിൻസി ഷാജി എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വാക്കിനെ ലോകത്തോളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപകനാണ് EP രാജഗോപാലനെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ P. ഇളയിടം. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്കിന്റെ സൂക്ഷ്മതലങ്ങളിലിറങ്ങി ലോകത്തോളം അതിനെ വികസിപ്പിച്ച് വിശാലമാക്കിയ മലയാളത്തിലെ നിരൂപകനാണ് EP രാജഗോപാലനെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ സുനിൽ P. ഇളയിടം പറഞ്ഞു. സാഹിത്യത്തിൽ ഒന്നും മാറ്റിവെക്കാനില്ലെന്നും നടക്കുന്നതും കാണുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമെല്ലാം സാഹിത്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നുവെന്നും അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്ന നിരൂപണങ്ങളാണ് രാജഗോപാലന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രമുഖ നിരൂപകനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ EP രാജഗോപാലന്റെ എഴുത്തു ജീവിതത്തെ മുൻനിർത്തിയുള്ള നടന്നുപോകുന്ന വാക്ക് സാഹിത്യോത്സവം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും അവസാനം ഇറങ്ങിയ പ്രധാന കൃതികളൊന്നും ഉൾക്കഥ എന്ന പേരിൽ കഥാപഠനാണ്. കഥാപഠനത്തിന്റെ പേര് ഉൾക്കഥ എന്നാണ്. ആ ഉൾക്കഥ കഥയ്ക്കുള്ളിലെ നിഗൂഢമായ മറ്റൊരു കഥയല്ല. കഥയിലൂടെ കൂടി നിൽക്കുന്ന ജീവിതബന്ധങ്ങൾ, ചരിത്രം, സംസ്കാരം, അധികാരം ഇവയുടെയൊക്കെ കലർപ്പ് ഒരു കഥയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നാണ് ആ കഥാപഠനത്തിൽ ആലോചിക്കുന്നത്. ഈ ആലോചന വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക വിമർശനം, സാഹിത്യ വിമർശനം 1990-കളുടെ കേരളത്തിൽ നേരിട്ട ഒരു വഴിത്തിരിവ് സാഹിത്യത്തെ ഒരു കേവല വസ്തുവായി കണ്ട് അല്ലെങ്കിൽ ഒരു സ്വയംപര്യാപ്തമായ ഭാഷാ സാമഗ്രിയായി കണ്ട് ആ ഭാഷാ സാമഗ്രി എങ്ങനെയാണ് ലാവണ്യത്തെ, സൗന്ദര്യാനുഭവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന സാഹിത്യനിഷ്ഠമായ സാഹിത്യാലോചന ഏതാണ്ട് അവസാനിക്കുകയും CM വിനയചന്ദ്രൻ അധ്യക്ഷനായി. ജയചന്ദ്രൻ കുട്ടമത്ത് സ്വാഗതവും ഡോക്ടർ NP വിജയൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് EP രാജഗോപാലന്റെ പല ഭാഷകളിലെ ജീവിതം PVK പനയാലിൽ നിന്ന് M മൃദുലും എന്റെ സ്ത്രീ അറിവുകൾ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടനിൽ നിന്ന് ഡോക്ടർ CK സബിതയും ഏറ്റുവാങ്ങി. EP കൃതികളിലെ മൗലിക നിരീക്ഷണങ്ങളെ മുൻനിർത്തി തയ്യാറാക്കിയ വാക്കിന്റെ ലോകം, ലോകത്തിന്റെ വാക്ക് പാനൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം MV ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. 3 സെഷനുകളിലായി നടന്ന പാനൽ ചർച്ചകളിൽ ഡോക്ടർ KP മോഹനൻ, EV രാമകൃഷ്ണൻ, ഡോക്ടർ AM ശ്രീധരൻ, ഡോക്ടർ AC ശ്രീഹരി, ഡോക്ടർ രേണുക N, ഡോക്ടർ റഫീഖ് ഇബ്രാഹിം, AV സന്തോഷ് കുമാർ, ഡോക്ടർ സിന്ധു കിഴക്കാനിയിൽ, PK സുരേഷ് കുമാർ, MK മനോഹരൻ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, നാരായണൻ കാവുമ്പായി, സീതാദേവി കരയാട്ട് എന്നിവർ സംസാരിച്ചു. EP രാജഗോപാലനുമായി TR അജിയൻ അഭിമുഖ ഭാഷണം നടത്തി. സമാപന സമ്മേളനത്തിൽ ഡോക്ടർ VPP മുസ്തഫ, പ്രൊഫസർ KP ജയരാജൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ കോളേജിലെ മൂവി മാനിയ തയ്യാറാക്കിയ EP രാജഗോപാലന്റെ ബയോപിക് ഏതൽ പണിക്കാരൻ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ തീരദേശ അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീ ശാക്തീകരണവും സ്വയം പര്യാപ്തതയും പോഷിപ്പിക്കുന്നതിനായി നടത്തിവരുന്ന തീരസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. 2ാം ദിനത്തിൽ സർഗമാല പദ്ധതിയുടെ ഉദ്ഘാടനവും മൊബിലൈസേഷനും നടന്നു. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി രമണീയമായ വലിയപറമ്പ് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ജില്ലയിലെ 11 തീരദേശ തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി 100 കണക്കിന് പേരാണ് തീരസംഗമ നഗരിയിലെത്തുന്നത്. ശനിയാഴ്ച സെമിനാറും കുടുംബശ്രീ സംരംഭകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും നടന്നു. സർഗമാല പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ P കിഷോർ കുമാർ, കുടുംബശ്രീ CDS അധ്യക്ഷരായ ആയിഷ ഇബ്രാഹിം, മുംതാസ് അബൂബക്കർ, M സുമതി, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ M രേഷ്മ, ജില്ലാ പ്രോഗ്രാം മാനേജർ P രത്നേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തീരദേശ സംരംഭങ്ങൾ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കുടുംബശ്രീയിലെ സംരംഭകർ അനുഭവങ്ങൾ വിവരിച്ചു. ഡിസംബർ 15 ഞായറാഴ്ച വൈകുന്നേരം തീരസംഗമം സമാപിക്കും. രാവിലെ 10 പ്രതിഭാ തീരം, കായിക തീരം, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും വയോജനങ്ങളെയും ആദരിക്കും. തുടർന്ന് ബാലവയോജന സംഗമം നടക്കും. അനുഭവ വിവരണത്തിൽ നിർമ്മൽ കുമാർ കാടകം മോഡറേറ്റർ ആയിരിക്കും.
വൈകുന്നേരം 3-ന് പുറച്ചേരി കലാസമിതി അവതരിപ്പിക്കുന്ന നാടൻപാട്ട് കാൽച്ചിലമ്പ് അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ജനറൽ ബോഡി യോഗവും നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണ ജി ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൂർവ്വ ವಿದ್ಯಾರ್ಥಿ ಸಂಗಮവും ಜನರಲ್ ಬೋರ್ಡ್ യോഗവും ಸ್ಕೂಲ್ ಹೆಡ್ ಮಾಸ್ಟರ್ ಬಾಲಕೃಷ್ಣ ಜಿ ಉದ್ಘಾಟನೆ ಮಾಡಿದರು. ಒಂದು ವಾಟ್ಸಪ್ ಗ್ರೂಪಿನಲ್ಲಿ 1000ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಸದಸ್ಯರು ಸೇರಿದ್ದಾರೆ. ಬಹಳ ಸಂತೋಷದ ವಿಷಯ. ಆದರೆ ಎಲ್ಲರಿಗೂ ಇವತ್ತು ಇಲ್ಲಿ ಫಿಸಿಕಲ್ ಆಗಿ ಪ್ರೆಸೆಂಟ್ ಆಗಲಿಕ್ಕೆ ಕಷ್ಟ ಇರಬಹುದು, ತುಂಬ ದೂರದಲ್ಲಿ ಇದ್ದವರು ಇರಬಹುದು. ಆದರೆ ಎಲ್ಲರ ಒಂದು ಬೆಂಬಲ ನಮ್ಮ ಶಾಲೆಗೆ ಇದೆ ಅಂತ ಹೇಳುವಾಗ ನಿಜವಾಗಿ ನಮಗೆ സന്തോഷവാഗ്താ ಇದೆ. സമൂഹത്തിന് വേണ്ടിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും സംഗമത്തിൽ ചർച്ചയായി. യോഗത്തിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു. പൂർവ്വ ವಿದ್ಯಾರ್ಥಿ ಸಂಘಟನಾ ಪ್ರೆಸಿಡೆಂಟ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಉದ್ಯಾವರ್ ಅಧ್ಯಕ್ಷത ವಹಿಸಿದರು. ಕಳೆದ ಕೆಲವು ವರ್ಷಗಳಿಂದ ಒಂದು ಮುತುವರ್ಜಿ ವಹಿಸಿ ಈ ಶಾಲೆಯ ಅಭಿವೃದ್ಧಿಗೋಸ್ಕರ ಎಲ್ಲ ಹಳೆ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಒಟ್ಟುಗೂಡಿಸಿ ನಮ್ಮ ಶಾಲೆಯನ್ನು ಯಾವ ರೀತಿಯಲ್ಲಿ ಮುಂದಕ್ಕೆ ಕೊಂಡೊಯ್ಯಬಹುದೆಂಬ ಒಂದೇ ಒಂದು ಉದ್ದೇಶದಿಂದ ಈ ಒಂದು ಸಂಘಟನೆಯನ್ನು ನಾವು ರೂಪೀಕರಿಸಿದೆವು. ಆ ರೂಪೀಕರಣವಾದ ಬಳಿಕ ನಮ್ಮ ಈ ಶಾಲೆಯಲ್ಲಿ ಬೇಕಾದ ಕೆಲವೊಂದು ತರಗತಿಗಳಿಗೆ ಕೆಲವು ಅನಾನುಕೂಲತೆಗಳಿತ್ತು. ಅದನ್ನೆಲ್ಲ ಸರಿಪಡಿಸಿಕೊಂಡು ಅದಕ್ಕೆ ಬೇಕಾದ ವ್ಯವಸ್ಥೆಯನ್ನು ಕಲ್ಪಿಸಿಕೊಂಡು ನಾವು ಮುಂದಕ್ಕೆ ಹೋಗಿದ್ದೇವೆ. സ്കൂൾ പ്രിൻസിപ്പൽ ശിശുപാലൻ, അധ്യാപകരായ അനിത, ഈശ്വർ, തെരേസ എന്നിവരും PTA പ്രസിഡന്റ് അഷ്റഫ് ചക്രു, വാർഡ് മെമ്പർമാരായ മുഷ്റത്ത് ജഹാൻ, മുസ്തഫ ഉദ്യാവർ, ദയക്കർ മാട തുടങ്ങിയവർ സംബന്ധിച്ചു. യോഗത്തിൽ 15 അംഗങ്ങൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചൈനീസ് ചികിത്സാ രീതിയായ അക്യൂപങ്ക്ചർ ചികിത്സയും ബോധവൽക്കരണ ക്ലാസും നടത്തി. വൾവക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വൾവക്കാട് ലൈവ് വുമൺ ടീം, ഒളവറ ഷിഫ വെൽനസ് സെന്ററിന്റെ സഹകരണത്തോടെ പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതിയായ അക്യൂപങ്ക്ചർ ബോധവൽക്കരണ ക്ലാസും ചികിത്സയും നടത്തി. വൾവക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MK ഹാജി, TM അമീർ ഹാജി, ഡോക്ടർ K റൌഫ്, P ജമാൽ ഹാജി, KP അബ്ദുൽ ഖാദർ, M മുഹമ്മദ് കുഞ്ഞി, KM കുഞ്ഞി, PP അബൂബക്കർ, അക്യൂപങ്ക്ചറിസ്റ്റുകളായ KP ഹഫ്സത്ത്, TK അഹമ്മദ് കോയ, ഫാസില ഹാഷിം, A മുഹ്സിന എന്നിവർ സംസാരിച്ചു. മനുഷ്യ ശരീരത്തെയും ഭക്ഷണക്രമങ്ങളെയും കുറിച്ച് പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ PA ഷറഫുദ്ദീൻ ക്ലാസ് എടുത്തു. അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ ആണ്. ഡോക്ടർ പറഞ്ഞ പോലെ അതിൽ മെഡിസിൻ കൊടുക്കുന്ന ഒരു പാർട്ടുണ്ട്. അതിലൊരു പാർട്ടാണ് അക്യുപങ്ക്ചർ. ചെറിയ നേർത്ത സൂചികൾ കൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് അക്യുപങ്ക്ചർ. എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? അത് കൃത്യമായിട്ട് അതിന് പ്രോട്ടോകോള് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മന്ത്രവാദമോ മറ്റൊന്നുമല്ല അക്യൂപങ്ക്ചർ. അങ്ങനെ ആരെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്യൂപങ്ക്ചർ അല്ല. തുടർന്ന് അക്യൂപങ്ക്ചർ ചികിത്സയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 15-ന് ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷൻ ഡിസംബർ 15-ന് ചിറപ്പുറം നീലേശ്വരം നഗരസഭാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന അസോസിയേഷൻ പതാക സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥും ജില്ലാ അസോസിയേഷൻ പതാക ജില്ലാ പ്രസിഡന്റ് KP അരവിന്ദനും ഉയർത്തും. സംഘാടക സമിതി ചെയർമാൻ AB സുരേന്ദ്രൻ സ്വാഗതം പറയും. സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് മത്സര വിശദീകരണം നടത്തും. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ, കൺസ്യൂമർ ഫെഡ് മെമ്പർ VK രാജൻ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അത് കുറച്ചുകൂടെ ഇനിയും നമ്മുടെ ഈ പരിപാടിയിൽ വരുന്ന പല ഭാഗങ്ങളിൽ നിന്നുകൂടി എത്തുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ് അവിടെ വരുന്നത്. കമ്പവലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രത്യേക ഒരു ഗെയിമാണ്. നമ്മൾ മറ്റ് കളികൾ മാതിരിയല്ല. ഫുട്ബോൾ അതുപോലെ തന്നെ മറ്റുള്ള വോളിബോൾ മാതിരിയുള്ളതല്ല. ഇതൊരു ബലാബലം നേരിട്ട് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു 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 ഗെയിമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്വമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന നിങ്ങളുടെ ഈ ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന
നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. സീനിയർ പുരുഷ മിക്സഡ് വിഭാഗത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. സീനിയർ പുരുഷ വിഭാഗത്തിൽ 600, 640, മിക്സഡിൽ 580 കിലോ വിഭാഗത്തിലാണ് മത്സരം നടക്കുക. സംസ്ഥാനത്തെ 14 ജില്ലയിൽ നിന്നായി 420 കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നീലേശ്വരം പ്രസ് ഫോറം പ്രസിഡന്റ് സേതു ബംഗളം, ഒ വി രവീന്ദ്രൻ, പി വി സതീശൻ, എം ഗോപിനാഥൻ എന്നിവർ സംബന്ധിക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ അനിൽ ബംഗളം സ്വാഗതവും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ നന്ദിയും പറയും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എ വി സുരേന്ദ്രൻ, ജനറൽ കൺവീനർ അനിൽ ബംഗളം, ജില്ലാ പ്രസിഡന്റ് കെ പി അരവിന്ദാക്ഷൻ, സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ, ബാബു കോട്ടപ്പാറ എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കള്ളാർ മണ്ഡലം സമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കമാവും. പ്രതിനിധി സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസലും പൊതുയോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷെരീഫും ഉദ്ഘാടനം ചെയ്യും. 15 ഞായറാഴ്ച രാജപുരം ടൗണിൽ പതാക ഉയർത്തുകയും തുടർന്ന് പ്രതിനിധികൾ പ്രകടനമായി പൈനിക്കര ഉമ്മൻചാണ്ടി നഗറിലേക്ക് എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. 16 മാലക്കല്ലിൽ നിന്നും കള്ളാറിലേക്ക് പ്രകടനം നടത്തും. ലീഡർ K കരുണാകരൻ നഗറിൽ മണ്ഡലം പ്രസിഡന്റ് MM സൈമണിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുയോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ ഉദ്ഘാടനം ചെയ്യും. KPCC DCC നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കൗൺസിൽ ചെർക്കളയിൽ നടന്നു. എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം ഉദ്ഘാടനം 15-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആചരിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. SKSSF ജില്ലാ സർഗലയം പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വാക്കിനെ ലോകത്തോളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപകനാണ് EP രാജഗോപാലനെന്ന് സുനിൽ P ഇളയിടം. കാഞ്ഞങ്ങാട് നടന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.